ഇനി റാപ്പർ വേടനെതിരായ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ നോക്കാം. റാപ്പർ വേടനും ഈ പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായി നിയമക്കുരുക്കുകളിൽ ചെന്ന് പെടുന്ന ഒരാളാണ്. അത് ഇത്തവണ പീഡന പരാതിയാണ് റാപ്പർ വേടനെതിരെ നൽകിയിട്ടുള്ളത്. അതൊരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് ബലാത്സംഗ കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റാപ്പർ വേടനെതിരായ പീഡന പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. തെളിവുകൾ ശേഖരിച്ചാൽ ഉടൻ വേടന് നോട്ടീസ് നൽകാനാണ് തീരുമാനം. താരത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമോപദേശം തേടാനും നീക്കമുണ്ട്. യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. മുജ്തബ, ഗുഡ് മോർണിംഗ്. എന്തായാലും റാപ്പർ വേടനെതിരായ കേസ്, അതിൽ അന്വേഷണം ഊർജിതമാക്കാൻ തുടർ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഒരു കുറെ കൂടി അവധാനത പോലീസ് കാണിക്കുന്നുണ്ട്. കാര്യം കൃത്യമായി തെളിവ് ശേഖരണത്തിനൊക്കെ ശേഷമായിരിക്കും കൃത്യമായി മൊഴിയെടുക്കലിനും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനും ഒക്കെ വേടനെ വിളിച്ചു വരുത്തുക എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി ഇന്നും ഇന്നലെയുമൊക്കെയായി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ ഒരു പ്രത്യേക പോലീസ് സംഘം അല്ലെങ്കിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. നേരത്തെ ഇൻഫോ പാർക്ക് SHO ആയിരുന്നു ഈ അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. നിലവിൽ അത് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ യുവ ഡോക്ടറുടെ അല്ലെങ്കിൽ യുവതിയുടെ 164 രഹസ്യമൊഴി പ്രകാരം അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണ സംഘത്തിന് ലഭിക്കും. നിലവിൽ സാമ്പത്തിക ഇടപാടുകൾ അതോടൊപ്പം തന്നെ കോഴിക്കോടൊക്കെയുള്ള ചില സ്ഥലങ്ങൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 164ൻ്റെ കൃത്യമായ വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമാക്കിയ ശേഷമായിരിക്കും ആ തരത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കലും മറ്റു നടപടികളിലേക്കുമൊക്കെ പോവുക. നിലവിൽ എന്തായാലും SHOയിൽ നിന്ന് അതൊരു ACP ലെവലിലേക്ക് അന്വേഷണത്തിൻ്റെ ഗതി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ലഭ്യമാക്കാനുള്ള വിവരം. എന്തായാലും ഈ ഒരു പക്ഷേ വേടൻ്റെ ഒരു മുൻകൂർ ജാമ്യ ഹൈക്കോടതിയിൽ വരാനുള്ള ഒരു സാധ്യത ഇന്ന് ഫ്രൈഡേ ആണ്. നാളെ ശനിയും ഞായറും കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി വർക്കിംഗ് മൺഡേ ആണ്. സ്വാഭാവികമായും ഇന്ന് ഒരു ടുഡേ മൂവ് ഓപ്ഷനായി എന്തായാലും ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നലെ അഭിഭാഷകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തേക്കാമെന്നുള്ളത് സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പോലീസിൻ്റെ കൂടി ഒരു മറുപടി ലഭ്യമാക്കിയതിന് ശേഷമായിരിക്കും അതിൽ ഹൈക്കോടതി ഒരു സ്വാഭാവികമായും ഒരു കേസ് വരുമ്പോൾ പോലീസിൻ്റെ ഇൻസ്ട്രക്ഷന് വെക്കാറുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ആ വിഷയത്തിൽ ഹൈക്കോടതി ഒരു അന്തിമ തീരുമാനമാവുക. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ അഭിഭാഷകയുടെ ബൈറ്റ് കേട്ടതാണ്. കൃത്യമായി ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണ് ആ യുവതി. സ്വാഭാവികമായും അന്വേഷണവുമായി ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് മുന്നോട്ട് വരാൻ ഒരു ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാകുന്ന വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നലെ പരാതി നൽകിയത്. സ്വാഭാവികമായും പിന്നീടുണ്ടാകുന്ന ഈ സൈബർ ആക്രമണം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ മാധ്യമ വിചാരണ അല്ലെങ്കിൽ വീട്ടിലേക്ക് ബൈറ്റെടുക്കാൻ പോകുന്നു. ഒപ്പം തന്നെ വേടൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള കുറേയധികം ആളുകൾ സൈബർ ലിഞ്ചിങ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമായും കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഇന്നലെ അഭിഭാഷക പറഞ്ഞിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പും ഇന്നുണ്ടാകും. അങ്ങനെ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ ഒരു SHO ലെവലിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസെടുത്ത സാഹചര്യത്തിൽ ആ ലെവലിലുണ്ടായിരുന്ന ഒരു കേസ് ഇന്നിപ്പോൾ ACP ലെവലിലേക്ക് തൃക്കാക്കര ACP ആണ് ആ കേസ് അന്വേഷിക്കുക. അതിനുശേഷമായിരിക്കും വേടന് കൃത്യമായി തന്നെ മറ്റു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. ജിൽസി. ശരി മുജിതബ, എന്തായാലും റാപ്പർ വേടനെതിരായുള്ള പീഡന കേസിൽ പോലീസ് അവധാനതയോടെ തന്നെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷം വേടനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് അഹമ്മദ് മുജിതബ നൽകുന്നത് കൊച്ചിയിൽ നിന്നും.